ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വീടിൻ്റെ മേളിലത്തെ ഫ്ലോറിലെത്തി. നമ്മുടെ മോളീസ് ഗാർഡനിലേക്ക് കയറാൻ പോകും. ഇന്നിവിടെ ചേട്ടൻ വന്നിട്ടുണ്ട്, നമ്മുടെ ഗാർഡനിലെ ചേട്ടൻ. കംപ്ലീറ്റ് റീവാമ്പിങ് ആണ് കാണിച്ചത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ? ആ, ഇതിപ്പോ പുതിയ ചെടി ആയതുകൊണ്ട് അല്ലേ? കൊച്ചു ചെടി എല്ലാം പുഴുതു മാറ്റി. ഇതിപ്പോ എന്തൊക്കെ നട്ടു എന്ന് പറഞ്ഞേ? കോളിഫ്ലവറോ? അത് നടക്കുന്ന കേസാണോ? ഇത് കത്തിരിക്ക, വഴുതനങ്ങ, പുതിയ കാര്യങ്ങളാണ്. പിന്നെ കുറെ പച്ചമുളക്, തക്കാളി. അയ്യോ, ചീര കിട്ടിയില്ലല്ലേ? എടുത്തല്ലേ? ഓ, എല്ലാ ഭാഗ്യം. ഓക്കെ, നന്നായി. എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ ആളെ വിടുമായിരുന്നു. നമ്മുടെ ചൈനീസ് കറിവേപ്പില നന്നായി പോണു. വെള്ളം നമ്മൾ തന്നെ ഒഴിക്കുന്നത്, രാവിലെ വൈകുന്നേരം ഒഴിക്കും. ആളുണ്ട്, ഇവിടെ ആളുണ്ട്. ഞാനുള്ളപ്പോ ഞാൻ ഒഴിക്കും. നമ്മുടെ പുതിന കണ്ടോ അടിപൊളിയായിട്ട് നിൽക്കുന്നേ? അത് മാത്രമേ ഉള്ളൂ. ഏത് രമ്പയാ? നന്നായിട്ട്. അതെ. അതായത് പുതിന എങ്ങനെ വളർത്തി നട്ടു എന്നൊക്കെയാണ് ചോദിക്കുന്നത് എല്ലാവരും. അതിന്റെ ഒരു അതായത് കൊണ്ട തട്ട് ഈ ഭാഗം ചേട്ടൻ ചെയ്യുന്ന നോക്കിക്കോളൂ. ഇതിങ്ങനെ മുറിച്ചിട്ട് വേറൊരു ഭാഗത്തേക്ക് കുത്തി നടുമ്പോൾ അത് വളർന്നു വരും. അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്ത് വലുതായി എടുക്കുക. അത് കാണുമ്പോൾ അറിയാം, അതിന് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നാമ്പ് ഇങ്ങനെ ഇതിങ്ങനെ വേറൊരു ചട്ടിയിലോട്ട് നടുക. നമ്മൾ വളം അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നോർമൽ അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റി നടേണ്ടി വരും. ഇങ്ങനെ പടർന്ന് കിടക്കാം. ഓ, നമ്മുടെ കംപ്ലീറ്റ് എന്ത് മണമറിയോ ഈ പുതിന? അടിപൊളിയാ. രമ്പ പാൻഡാൻ ലീവ്സ്. ഇത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടാണ് ഇപ്പൊ ചേട്ടൻ ഒരു സ്ഥലത്തുനിന്ന് ഒരു മൂട് കൊണ്ടുവന്ന് നട്ടോ അതിങ്ങനെയായി. അതെ. അത് നന്നായി വന്നു. ഇപ്പൊ ചീരയൊക്കെ നട്ടിട്ടുണ്ട്, വൈറ്റും രണ്ടും. ഓ, വരുന്നു കേട്ടാ. ചേട്ടാ, ഇതെന്തുവായിരുന്നു? ഞാൻ മറന്നുവല്ലോ. അമരക്ക. അമരക്ക കുറച്ചൊക്കെ വരും, അത്രേ ഉള്ളൂ. തൽക്കാലം അത് മതി. ഓക്കെ. പിന്നെ കറിവേപ്പില, ആ കറിവേപ്പില ഉണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വളർന്നു വരണം. അതാണ് മണിമുല്ല. യെസ്, ഇനി ഇത് രണ്ട് സൈഡിലായിട്ട് പടരാനായിട്ട് വളർത്തി കയറ്റിയിട്ടുണ്ട്. മണിമുല്ല നമ്മുടെ കോന്നിയിലെ ഫ്രണ്ട് തന്നാണ്. വാവ്, ഇത് കിളിയുടെ കൂടിന്റെ മേളിലേക്കാണ് നമ്മൾ ഇനി പടർത്താം. ചേട്ടാ, ഇത് കണ്ടിട്ടുണ്ടോ ഈ ഒരു ചെടി? അയ്യോ, ഭയങ്കര ഭംഗിയാ. അവിടെ അല്ല, നമ്മളൊരു സ്ഥലത്ത് എന്റെ ഒരു ഫ്രണ്ട് തന്നാണേ. വെള്ളപ്പൂ. ചേട്ടൻ ഇവിടെ നടാൻ പോണു. പുതിന കുത്തി വെക്കാൻ പോവാണേ. അതിന്റെ ആ ഒരു കമ്പ് മാത്രം ഇങ്ങനെ ആ ഭാഗത്തുനിന്ന് മുറ്റിയ കമ്പാണ് എടുക്കുന്നത്. കുത്തി നിർത്തും. പിന്നെ നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും. അതിനെ ഒന്ന് ഷോർട്ടൺ ചെയ്തിട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോളൂ. ദിസ് ഈസ് ഹൗ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പല പല കമ്പുകളാക്കി അതിനെ മുറിച്ച് വേരുള്ളത് അതിൽ നിന്നാണ് വേര് വരുന്നത് അല്ലേ? ആ സൈഡിൽ നിന്ന് കുറേ ചെടികൾ നട്ടിട്ടില്ല. ഇന്ന് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. വെണ്ടയ്ക്ക അതെല്ലാം അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ നോക്കിയേട്ടാ, നമ്മുടെ കോവല് വീണ്ടും വന്നല്ലോ. അതെ. ഇപ്പൊ അത് വീണ്ടും നന്നായിട്ട് വന്നു. പക്ഷേ ഇതില്ല, കാര്യമില്ല, കായ്ച്ചു തുടങ്ങിയിട്ടില്ല. വീണ്ടും കായ്ക്കണം, പൂത്ത് കായ്ക്കും. ചേട്ടാ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വൃത്തിയാക്കി. ക്ലിയറൻസ് ആണ് ഇന്ന് നടന്നത്. പിന്നെ കുറെ ചെടി നട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ കുത്തുന്നില്ലേ? ഓക്കെ. പിന്നെ പുതിനയുടെ മണം ഒരു രക്ഷയില്ല. കട്ടൻ ചായയിലൊക്കെ ഇടാം. അതന്നെ. ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി വെക്കുന്നു. ഒരു 3-4 എണ്ണം ഇങ്ങനെ ഒന്നിച്ചാക്കി കണ്ടില്ലേ? ബഞ്ചായിട്ടാക്കിയിട്ട് കുത്തുന്നു. അത് പിന്നെ സ്വാഭാവികമായിട്ട് വളർന്നു വരും. വെള്ളം മാത്രം ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പൊടിച്ചു വരും എന്നാണ് പറയുന്നത്. അതായത് അത് ഇങ്ങനെ വേരൊക്കെ വന്ന് ഇതുപോലെ നട്ടതാണ് ആ കാണുന്നത്. പടർന്ന് പന്തലിച്ചു. യെസ്, ഒരു 4 സെറ്റായിട്ട് ഇങ്ങനെ നടുകയാണ്. ഇതിനി വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പ്രോഗ്രസ്. ഓക്കെ. നട്ടതാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. ഇങ്ങനെ പടർന്ന് താഴോട്ട് ഇതിനകത്ത് കുടിച്ചിട്ട് ആണ് ഈ വലിയ ചട്ടിയിൽ. അതിനകത്ത് ആ വലിയ ചട്ടി ഫ്രീ ആയിരുന്നോണ്ട് അതിനകത്തേക്ക് അതെ വേറെ ചട്ടി. എന്നാലും ഒരു സന്തോഷം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോളാം. ഒരുപാട് എന്തിനാന്നാ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ഒരു പുതിയ തോട്ടം ആക്കി മാറ്റാം. ഇവിടെ നമ്മുടെ കിളികളെ കൂടി കാണണ്ടേ? അതെ, നോക്കിക്കോളൂ. അവരെല്ലാം ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. All are fine.
അപ്പോൾ ചേട്ടൻ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? വൈൻഡ് അപ്പ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ചേട്ടൻ താഴോട്ട് പോയി. താഴോട്ട് വന്നാൽ മതി. ഞാൻ ചേട്ടന് പൈസ കൊടുക്കാനായിട്ട്. അപ്പോ ഇന്നിപ്പോ എന്താ അറിയോ, ഞാനിപ്പോ ഇവിടെ ഞാനും അനുക്കുട്ടിയും കുടുംബങ്ങളും നമ്മുടെ കുടുംബങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ നാനിയായിട്ടുള്ള ഒരു ലേഡി ഉണ്ട് നേപ്പാളിൽ നിന്ന്. നേപ്പാളാണ് കേട്ടോ, സംഗീത ഉണ്ട്. പിന്നെ സംഗീതയുടെ തന്നെ ഒരു റിലേറ്റീവിനെ നമ്മുടെ എനിക്കൊരു കിച്ചൺ ഹെൽപ്പായിട്ട് സഹായിക്കാനായിട്ട് നേപ്പാളിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് കുറച്ച് ചെറിയ കുട്ടിയാണ്, ഒരു 22 years ഒക്കെ ഉള്ളൂ. സംഗീതയ്ക്ക് വലിയ വയസ്സൊന്നുമില്ല, 28. കല്യാണം കഴിച്ചാണ്, രണ്ടാമത്തെ ആള് കല്യാണം കഴിച്ചല്ല. അപ്പൊ അവര് രണ്ടുപേരുണ്ട്, ഞങ്ങൾ രണ്ടുപേരെ കുടുംബമാണ്. ബോയ് ചേട്ടൻ പെരപ്പങ്ങോട്ട് പോയിരിക്കണം. അതുകൊണ്ട് അപ്പൊ ഇതൊരു വീക്കെൻഡാണ്, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ സോറി, ഞങ്ങൾ അങ്ങോട്ടല്ല, പെരപ്പക്കോട്ടല്ല പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ഹോം ഇൻ ട്രിവാൻഡ്രം, അതായത് SFS അപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അത് ഒരുപാട് നാളെ, അത് നമ്മൾ പാലൊക്കെ കാച്ചിട്ടിട്ട് അവിടെ പോയി താമസിക്കാനായിട്ട് ഒരു ദിവസമല്ലേ താമസിച്ചു. ഇന്ന് നാളെ അവിടെ സ്റ്റേ ചെയ്യും. ഓക്കെ, അപ്പൊ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് പോകും. അവരും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ചേട്ടനെ ഒന്ന് യാത്ര അയച്ചിട്ട് ഞാൻ ഈ ഗാർഡൻ വിശേഷമൊക്കെ നോക്കാനും കൂടിയാണ് ഇങ്ങോട്ട് കയറി. പോയാലും താഴേക്ക് പോയിട്ട് ഡ്രസ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ പോകാം. ഓക്കെ, 2 ദിവസമാണെങ്കിലും പാക്കിങ്ങിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഡ്രസ് ചെയ്ത് കഴിഞ്ഞു. കുടുംബോടും ഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഞാനും കുട്ടിയും കൂടി വരാൻ നമുക്ക് ഇവിടെ കാണാം. ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു, ഇപ്പം അതൊന്ന് മാറി. നമ്മൾ എത്ര മണിയോട്ട് പോകാൻ ഇറങ്ങുന്നത് പറയും. ഇപ്പം വഴി 5:30 ഇനി അവിടെ എത്തുമ്പോൾ 6:30 ആവും. ഇതിപ്പോൾ നമ്മളൊരു സ്റ്റേക്കേഷന് പോണ പോലെയാണ്. എന്തൊക്കെ പാക്ക് ചെയ്യണം, അയ്യോ രക്ഷയില്ല. കുടുവിൻ്റെ ബാഗ്, ടയപ്പേഴ്സൊക്കെ ആയിട്ട്, എൻ്റെ ഹാൻഡ് ബാഗ്, അല്ലാത്ത ബാഗ്. ഓക്കെ ഓക്കെ, ചെറീസ്. ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. ഉടനെ എടുക്കണോ? ഓക്കെ, ഉടനെ ഹെയർ സ്റ്റൈൽ. സാധനങ്ങൾ നോക്കി എന്റെ ദൈവം, നമ്മൾ ഒരു വീക്കെൻഡ് പോവാണ്. സാറ്റർഡേ ഈവനിങ്. ഓക്കെ ഓക്കെ, സൺഡേ കഴിഞ്ഞ മൺഡേ രാവിലെ തിരിച്ചു വരും. അതാണ് പ്ലാൻ. സംഗീത ഓക്കെ, അമ്മ പുടു. നമ്മൾ SFSലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ പുടുവിൻ്റെ പ്ലേ ഏരിയയിലേക്ക് ഞങ്ങൾ പോവാണ്. പോണു ആള് 2 സുഹൃത്തുക്കളുമായിട്ട് അതേ പോവാണ്. ചിൽഡ്രൻസ് പ്ലേ ഏരിയ. പുടുവിന് സന്തോഷമായി, പുടു ഹാപ്പി. പുടു, യെസ്, come on, come on, come on. Oh, yes, Pudu. Yes, Pudu. Slide. Pudu, you can look at Pudu, baby. Happy. Pudu, slide. Stuck ആയി നിൽക്കുന്നു. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മളേതോ ബോംബെയിൽ എവിടെ നിൽക്കുന്ന പോലെ തോന്നില്ലേ ചുറ്റും. അതെ. പ്ലേ ഏരിയയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. മഴ തുടങ്ങി. ഇതേ അവിടെ ഭയങ്കര ബഹളം. ഓ യെസ്. ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വന്ന് താമസിച്ചില്ലല്ലോ, അന്ന് വന്നിട്ട് പിന്നെ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടുവച്ച് ഇതെല്ലാം ഇനി റീഅറേഞ്ച് ചെയ്യാൻ തന്നെ കുറേ സമയം വേണ്ടി വരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. Oh no, so much of work. അപ്പോൾ ഇത് ഇൻഡക്ഷൻ, എല്ലാ പാത്രവും വെക്കാൻ പറ്റുന്ന
ചട്ടി വരെ വെക്കാൻ പറ്റുന്ന ഒരു ഇൻഡക്ഷൻ ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് അഡീഷണലായിട്ട് നമുക്ക് ഫ്രണ്ടിൽ വെച്ച് വയ്ക്കാം. ഇതെന്താ അറിയോ, മീറ്റ് മിൻസർ അങ്ങനത്തെ വെജിറ്റബിൾ ചോപ്പർ എല്ലാം കൂടി വരുന്ന ഒരു മെഷീൻ. അത് കുറേ കാലമായിട്ടുണ്ട് കയ്യിൽ, അത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുമായിരുന്നു. ഇതും അതുപോലെ ഒരു സ്റ്റീമറാണ്, ഇലക്ട്രിക്. അതെനിക്ക് അറിയില്ല ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന്. മിക്സി ഗ്രൈൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്, ചോപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫുൾ സെറ്റ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അക്വ ഹോക്കിൻസിൻ്റെ ആണ്. 3 സൈസ് ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു കളർ. ഓക്കെ, സോ ദാറ്റ് ഈസ് നൈസ്. പിന്നെ കുറേ വീട്ടിൽ നിന്ന് എല്ലാം ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുവാണ്. ഇത് ട്രേ, മറ്റേ വാഷിംഗ് ആ ഭാഗത്ത് വെക്കാനായിട്ട്. പിന്നെന്താ, കുറ്റി, ചെറിയൊരു പുട്ടിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. സ്റ്റീം, മറ്റേ കുക്കറിൻ്റെ മേളിൽ വെച്ച് സ്റ്റീം ചെയ്യാൻ പറ്റുന്ന കടുക്ക താളിക്കാനായിട്ട് അത് മേടിച്ചു. ഇതൊക്കെ പല പല ദിവസങ്ങളായിട്ട് മേടിച്ച് അപ്പോൾ ഇവിടെ ഫൈനലി കൊണ്ട് വച്ചിരിക്കുകയാണ് പല ദിവസങ്ങളായിട്ട്. വാഷിംഗ്, ഓ സെറാമിക് മഗ്, എന്ത് കണ്ടാലും മഗ്. ഇത് എന്താണ് നോക്കട്ടെ, ലെറ്റ് മീ സീ. ഇത് അഗെയിൻ കുറച്ച് ബൗൾസ്. ഇതെനിക്കൊണ്ട് ഈ നമ്മൾ കുറേ സാധനം വാങ്ങുമ്പോൾ കിട്ടില്ല, അതാണെന്ന് തോന്നുന്നു. ഗ്ലാസ് വെയർ കുറച്ച് ഫുൾ സെറ്റ്. ഇത് ഞാൻ മേടിച്ചതാണ്, ചെറിയ ബേക്കിംഗ് മോൾഡ്, മിനി റൗണ്ട് സ്പ്രിംഗ് ഫോം കേക്ക് ടിൻ. ഓക്കെ, പിന്നെന്താ, നൂഡിൽ മേക്കർ, ഇടിയപ്പ മേക്കർ, PG&I. ഇത് 1 ഇയർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ്. ഇത് പിന്നെ ഇലക്ട്രിക് അല്ലല്ലോ, ബാറ്ററി അല്ലേ? ആണല്ലേ, അത് നോക്കണം. പിന്നെ ഇതെന്തായിരുന്നു, ഇത് നമ്മുടെ അഗെയിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെറാമിക് ഫ്ലാറ്റ് തവ. ഇതൊക്കെ ഇവിടത്തേക്ക് വേണ്ടി. യു വാണ്ട് യമ്മി? ഓക്കെ, വിൽ മേക്ക് സംതിങ്. വാട്ട് യു വാണ്ട്? എന്താ വേണ്ടേ? അമ്മി എന്തോ യമ്മി വായിക്കുന്നു. ഓഹോ, ഓക്കെ. അവിടെയാണോ പുടുവിൻ്റെ സ്ഥലം? ഓക്കെ, പുടു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അടിപൊളി ഇരിക്കുന്നു. പുടുവിൻ്റെ ഹൈഡ് ഔട്ട് എവിടെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ കളറാണ്. ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. PG&I ആണ്, സെറാമിക് ഫ്ലാറ്റ് തവ. ഹാൻഡ് ബ്ലെൻഡർ ഫിലിപ്സിൻ്റെ ഞാൻ പുതിയത് തന്നെ കൊണ്ടുവന്നു. ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. ട്രേ അത് വാഷിംഗ് ഏരിയയിൽ തന്നെ വെക്കാം. ഓക്കെ, ആൻഡ് ഇതെൻ്റെ പാർവതി കൊണ്ടുവന്ന ഗിഫ്റ്റ്, മൊറോക്കൻ. അതിങ്ങോട്ട് കൊണ്ടുവന്നു, ഇവിടെ വെച്ച് ചെയ്യാം. അവിടെ സ്ഥലമില്ലല്ലോ അങ്ങനെ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അനദർ വീട്ടിലിരിക്കുന്ന പഴയതാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു പോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇതെല്ലാം ഈ കിച്ചണിൽ വയ്ക്കാം. ഇനി ഈ കിച്ചണിൽ വേണ്ടിയിട്ട് വീണ്ടും എല്ലാം പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടാണ്. ഗ്ലാസ്, ഇതൊക്കെ വീട്ടിലുണ്ടായിരുന്ന അച്ഛൻ. ഇത് അനുക്കുട്ടിയുടെ ഗിഫ്റ്റ്, അതും എടുത്തിട്ട് വന്നു. സ്ലോ കുക്കിംഗ് ഡച്ച് അവൻ. ഇത്തരം കുക്കിംഗ് എല്ലാം ഇനി ഇവിടെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ രാത്രി എന്തുണ്ടാക്കണം എന്നൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും ദാഹിക്കുന്നു, എന്തെങ്കിലും കുടിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഇവിടെ എല്ലാം അടുക്കി പറക്കാനുണ്ട്, കുറേ ജോലിയുണ്ട്. സഹായിക്കാൻ ഇവരും കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഐ ക്യാൻ ഡു ഇറ്റ്. മഴ, വാവ്, മഴ. നൈസ്, റൺ. നോ, മഴ വേണ്ടേ? ഓക്കെ, നല്ല ക്ലൈമറ്റിലാണ് നമ്മളിവിടെ വന്നത്. നല്ല മഴ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാം. ഓ, നല്ല കാറ്റുണ്ട്, വെരി നൈസ് ആംബിയൻസ്. പുറത്തെ റോഡ് നോക്കിയേ, വാവ്. മഴയത്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാഴ്ച. മഴ ഈസ് ഗുഡ്, നൈസ് ആംബിയൻസ് കണ്ടുകൊണ്ടിരിക്കാൻ. ആഹാ, ലൈറ്റും കൂടി ഓഫ് ചെയ്തേക്കും, പക്ഷെ ചെറിയ ഇടിമിന്നലുണ്ട്, അതുകൊണ്ട് അകത്തേക്ക് കയറാം. കം പുടു കം. ഓ പുടു, ദിസ് ഈസ് യുവർ സീറ്റ്. പുടു കയറി ഇരിക്കുന്നു. നോക്കി അവിടെ. ഹായ് പുടു, ഹലോ പറയൂ. ഹലോ. അയ്യോ, ഇഷ്ടപ്പെട്ടു അല്ലേ? ഓക്കെ. ഹോസോ? ഓ, ഹോസിൻ്റെ പുറത്താണ് അല്ലേ? ഓക്കെ, ഹോഴ്സ് റൈഡിങ്. ഓ, നൈസ്. പുടു ഈസ് റൈഡിങ് എ ഹോഴ്സ്. എങ്ങനെയാണ്? എല്ലാവരും ഉണ്ട് ഇവിടെ ചുറ്റും. ഓക്കെ,
ടി വി ആണോ? ഓ ടി വി വന്നു. ഓക്കെ ഓക്കെ. അനു കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുവാണ്. നമ്മുടെ ഇവിടെ ഒരു സാധനമില്ല. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും A to Z വാങ്ങിക്കണം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കേണ്ട കാര്യമുണ്ട്. സ്ഥിരമായിട്ടുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട്. ഇതെങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? വാട്ട് എ ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക. പിന്നെ ഇത് നോക്കിയാൽ നമ്മൾ ഇന്ന് അവിടെ ഷാരി പ്ലസ് വാങ്ങിച്ചു. ഇതിൻ്റെ കീസ് ഫാസ്റ്റ് ആൻഡ് 2 in 1 തവ ആൻഡ് ഗ്രിൽ. ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യാം നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ. യമ്മി എടുത്ത് കഴിച്ചോളൂ. ഓക്കെ യമ്മി. ഇത് ഫ്ലാറ്റ് തവ ഫോർ ഡെയിലി സ്റ്റേപ്പിൾസ്. പിന്നെന്താ പറയുക, റോസ്റ്റിങ് ബാർബിക്യൂ വന്നു. സ്വിഗ്ഗി ഹാസ് കം. സ്വിഗ്ഗി, ഹൂ ഇസ് ദാറ്റ്? Start. 1, 2, 3, 4, 2. Pudu. Kai. Hands. Yes. 5, 6, 7, 8, 9, Exercise. 10. Oh, nice. 11, 12. 3, start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എക്സസൈസ് ഓടിക്കള. സ്പീഡ് കൂടുതല. എക്സസൈസ്. ഓക്കെ ഗുഡ്. 2, 3, 4, 5, 6, 7, 8, 9, 10. ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. റണ്ണിങ് റേസ് ഇപ്പൊ പുടുവിന്റെ. പുടു എക്സസൈസ് മാറി റണ്ണിങ് റേസ്. യെസ്. കം ബാക്ക്. റെഡി 1, 2 ഗോ. കഷ്ടല്ലേ? ആ തിരിച്ചു വരൂ. ഓ യെസ്. യാ ഗോ. എപ്പോഴോ പാപ്പ അമ്മ എടുത്ത ഫോണിൽ സംസാരിക്കണം. ഓക്കെ പാപ്പ സംസാരിച്ചോ. തല കുത്തനെ പറയില്ല. ഇന്നത്തെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെയും നമ്മളിവിടെ തന്നെ. നമ്മൾ സ്റ്റേക്കേഷന് പോയതുപോലെയാണ് സത്യത്തിൽ. വേറൊരു റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ താമസിക്കാം. രസമുണ്ട്, ഒരു ചേഞ്ച്. പിന്നെ രാത്രിത്തേക്കൊരു ഡിന്നർ ഉണ്ടാക്കണം. അതിനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അതായത് അനുമോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അനുക്കുട്ടീസ് ഫേവറേറ്റ് ആണ് പെസ്തോ സോസ്. അത് വെച്ചിട്ടൊരു എന്താ പറയുക പാസ്ത സ്പെഗറ്റീസ് പാസ്തയിലാണ് ചെയ്യാൻ പോകുന്നത്. സ്പെഗറ്റി പാസ്ത ആൻഡ് ഒരു ഗ്രിൽഡ് ചിക്കൻ. ഓക്കെ, സിമ്പിളായിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ. എളുപ്പത്തിന് തന്നെ ചെയ്യാമല്ലോ. കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഒന്ന് തപ്പിയെടുക്കണം, അത്രേ ഉള്ളൂ. ഈ സ്പെഗറ്റിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡുറം വീറ്റ് പാസ്ത. ദിസ് ഇസ് ദ പാസ്ത, സ്പെഗറ്റി പാസ്ത. ഓക്കെ, ബർമസിലെ പോലെ ഇരിക്കുന്നത്. ഇത് ഫുൾ എടുക്കുന്നില്ല കേട്ടോ, അതിൻ്റെ പകുതി എടുക്കാം. വെള്ളം തിളപ്പിക്കാനിട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് പെസ്തോ പാസ്ത ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായി ഇത് കുറച്ച് ഈ പാത്രം ഇച്ചിരി ചെറുതാണ് തോന്നുന്നു. ബട്ട് നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ പാത്രം മാറ്റും. അതൊന്ന് വാടിയാലേ ഇങ്ങനെയാണ് ഇടാൻ പറ്റും. നോക്കട്ടെ, അല്ലെങ്കിൽ വലിയ പാത്രത്തിലേക്ക് മാറ്റും. എന്തായാലും എല്ലാം അതിനകത്ത് കയറി നോക്കാം. ഇതൊരു 3/4 കുക്കാകുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. സ്പെഗറ്റി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 3/4 കുക്ക്ഡാണ്. പിന്നെ ഇതാ ഉപ്പും കൂടി ഒന്ന് പിടിച്ചോട്ടെ. അപ്പോഴത്തേക്ക് ബാക്കി കുക്കിങ്ങും കൂടി കഴിയും. എന്നിട്ട് വെള്ളത്തിൽ നിന്നും ഇങ്ങനെ നമ്മൾ എടുത്ത് മാറ്റും. അത് മതി. സീ ദിസ്, വെരി നൈസ്. ഓക്കെ, ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഒരല്പം ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
പിള്ളേർക്കൊക്കെ നല്ല കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. ചിക്കനും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. സോ സ്പെഗറ്റി പാസ്ത റെഡി. അപ്പോൾ പെസ്റ്റോ സോസിന് വേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കിക്കോളൂ. ഇത് ബേസിൽ ലീവ്സാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2 പിടി ഉണ്ടെന്ന് പറയാം. ഒരു 6 7 അത് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അനുസരിച്ചിട്ട്. പിന്നെ ഇതിപ്പോൾ സാധാരണഗതിയിൽ പൈൻ നട്ട്സാണ് വേണ്ടത്. പൈൻ നട്ട്സ് കിട്ടാനും പാടാണ്, കുറച്ച് എക്സ്പെൻസീവുമാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഏത് നട്ട്സൊക്കെ ആകാം, ട്രഡീഷണൽ വേ അല്ല എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ആൽമണ്ട്സ് കുതിരാനിട്ടിരുന്നു, ഒരു 10-12. ഓക്കെ. ആൻഡ് കുറച്ച് കാഷ്യൂനട്ട്. ഇത് രണ്ടും ചേർക്കാൻ പോകണം. ഇത് മാത്രമായിട്ടും ചെയ്യാം, ഇത് മാത്രമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ വാൾനട്ട്സ് ആണെങ്കിൽ അത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇത് ഇത്രയും കാര്യങ്ങളാണ് അരയ്ക്കാനുള്ളത്. ഇതിൻ്റെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടി ചേർക്കണം. അതും കുറച്ചൊരു എന്താ പറയുക, 1/2 കപ്പ് വരെ ആകാം. ഓക്കെ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ വേണമെങ്കിൽ അങ്ങനെ, ചില്ലി ഫ്ലേക്സ് ആണ് ചെയ്യുന്നത്. നമുക്ക് എന്താ വേണ്ടത്, എരിവ് ചെറിയെങ്കിലും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം അരയ്ക്കണം. അരയ്ക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ മിക്സിയിലകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഇതിനകത്ത് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ഗാർലിക്കും നട്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം ചേർക്കാം. ഇത് ഇതിനകത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ചതഞ്ഞ് വരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ കുറച്ച് ബാക്കി ഒലിവ് ഓയിലും കൂടി ഒഴിക്കാം. ഓക്കെ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിൽ നോക്കിയിട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡായി വരണില്ല. അതിന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വേണം. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ചു. കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 1/2 കപ്പ് ഒലിവ് ഓയിൽ ചേർത്തു എന്ന് പറയാം. അത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇച്ചിരി ഉപ്പും കൂടി ഞാൻ ചേർക്കും. ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് അരച്ച ദാറ്റ് ഈസ് ഇത് പാമസൻ ചീസ് ഗ്രേറ്റഡ്. അത് നമുക്ക് ഇഷ്ടംപോലെ ചേർക്കാം ആവശ്യാനുസരണം. ഞാനിപ്പോൾ ഒരു 6 ടീസ്പൂൺ ചേർക്കുന്നു. 5-6 കുറച്ച് കൂടെ കറി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യും. ഓക്കെ. ഇങ്ങനെയാണ് അരച്ച് കഴിയുമ്പോൾ ചീസും കൂടി ചേർത്ത് പോകാം. അതിങ്ങനെ കുറച്ചൊന്ന് വായിൽ വയ്ക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റ്. നല്ലൊരു ഗ്രീൻ കളർ. ആ ചീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പാമസൻ ചീസ്. ഓക്കെ. അത് ഗ്രേറ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ബ്ലോക്ക് വാങ്ങിച്ചിട്ട് ഗ്രേറ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ ലുലു എന്നാണ് വാങ്ങിച്ചത്, ഹൈപ്പർ മാർക്കറ്റ്. യെസ്. ഇച്ചിരി വിലയുള്ള കാര്യമാണ് കേട്ടോ, നല്ല വില. അത് ഒരു കിലോയ്ക്ക് 2000 രൂപയാണ്. കുറച്ച് മതി, 3-4 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. പെസ്റ്റോ സോസ് നമുക്ക് ഇതിപ്പോൾ ആവശ്യത്തിനേ ഉള്ളൂ. ആവശ്യത്തിന് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്യൂബ്സായിട്ട് ഫ്രീസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. ഇതാണ് സംഭവം. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണിത്. ഓക്കെ. നമുക്ക് ഉപ്പൊക്കെ ചേർത്തു. ഇനി ഇതിൽ വേണമെങ്കിൽ പെപ്പർ പൗഡറോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർത്താലും ഓക്കെയാണ്. ഇത് മാറ്റി വയ്ക്കട്ടെ. സ്പാഗറ്റി റെഡിയാണ്. ഇതിപ്പോൾ ഒരു 450 grams ഓഫ് ചിക്കൻ ഉണ്ട്. ചിക്കൻ ബോൺലെസ് ബ്രസ്റ്റ് പീസ്. അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ തരണം. നമുക്കൊരു ചിക്കൻ, ഒരു ഗ്രിൽഡ് ചിക്കൻ പോലെ പാൻ ഗ്രിൽഡ് ചെയ്യാം. ഓക്കെ. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഓക്കെ. 1 ടീസ്പൂൺ നോക്കിയിട്ടിട്ടാൽ മതി, എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട്. ഓക്കെ. ഇനി വേണ്ടത് കുറച്ച് ഗാർലിക് പേസ്റ്റ് ആകാം, ഗാർലിക് പൗഡർ ആയാലും മതി. ഓക്കെ. ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഇറ്റാലിയൻ ഹെർബ്സാണ്, മിക്സ്ഡ് ഹെർബ്സ്. ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അതും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ചേർക്കും. 1/2 മുതൽ 1 ടീസ്പൂൺ എത്ര നോക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് ഒലിവ് ഓയിൽ, ഒരൽപ്പം
1 ടേബിൾ സ്പൂൺ വരെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഗ്രില്ലിംഗ് ആണ്. നമുക്കൊരു ഒന്നുകിൽ ഒലിവ് ഓയിൽ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടറും ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടും ചെയ്യാം. കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് പാൻ ഗ്രില്ല് ചെയ്യാം. ഇത് എയർ ഫ്രയറിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം, ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. സോ എരിവൊക്കെ നോക്കിയിട്ട് ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ എടുത്തു. ചൂടായാലും കുഴപ്പമില്ല, ഒരുപാട് സ്പൈസി വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് മതി, ഇങ്ങനെ മതി. ഓക്കെ, ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഇതൊരു കാസ്റ്റ് അയണിൻ്റെ പാനാണ് കേട്ടോ. ഇത് ഒരു പുതിയതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് വേറൊരു ബ്രാൻഡാണ്. ഇത് ഡുവൽ സൈഡാണ്. ഒരു സൈഡ് ഇങ്ങനെ ഫ്ലാറ്റും ഒരു സൈഡ് ഒരു ഗ്രില്ലിംഗ് പാറ്റേണും വരും. അതെല്ലാം ചൂടായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈവനായിട്ട് ചൂടാകും. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മളിനി അത് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ബട്ടറും കുറച്ച് ഒലിവ് ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്യും. അപ്പോൾ അതൊരു കാസ്റ്റ് അയണാണ്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അത്യാവശ്യം സീസൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നു, കുറച്ച് ബട്ടറും, രണ്ടും കൂടി അത്യാവശ്യം നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ഓയിലിങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ആൻഡ് ഓയിൽ മിശ്രിതം അത് കുറച്ച് ആയിട്ട് മാരിനേറ്റഡ് ചിക്കൻ പീസസ്. എപ്പോൾ തീ ഇച്ചിരി കുറച്ചിട്ടിരിക്കുകയാണ്. അത് ഭയങ്കര ചൂടാകുന്നത്. ഇവിടെ എക്സോസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഓപ്പൺ കിച്ചണാണ്. മാരിനേഷനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഇട്ടുണ്ടല്ലോ മിക്സ് ചെയ്ത് ഒരു സൈഡ് ഭാഗമാകുമ്പോൾ മറിച്ച് ചില ബട്ടർ ഇങ്ങനെ ചിട്ട് കൊടുക്കാം കേട്ടോ. ബട്ടറിന് ഭയങ്കര എന്താ പറയുക കുറവാണ്, മറ്റേ ആ ഹീറ്റ് റെസിസ്റ്റൻസ് കുറവ്, പെട്ടെന്ന് കരി. ഓയിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഓയിൽ എസ്പെഷ്യലി കിട്ടാണ്. പിടിച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോയാലോ. കറക്റ്റ് എല്ലാം ഗ്രില്ലായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ഈ ചൂട് കുറച്ച് നേരം കൂടി ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനി എക്സോസ്റ്റ് ഇടാൻ പോവാറേ. ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ടല്ലോ റൂമിലാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. നൈസ്, ബ്യൂട്ടിഫുൾ ഗ്രിൽ. നമ്മുടെ പെസ്തോ പാസ്തയുടെ കൂടെ ഉള്ളൊരു കോമ്പിനേഷനായിട്ടാണ് ഞാൻ കഴിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത പാത്രം വെച്ചു. ഇതിനകത്ത് നോക്കാം നമ്മുടെ സ്പാഗറ്റി പെസ്തോ റെഡിയാക്കാം. സ്പാഗറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട്. സ്പാഗറ്റി ഈസ് റെഡി. പെസ്തോ സോസ് റെഡിയാണ്, സ്പാഗറ്റി റെഡിയാണ്. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരല്പം ബട്ടർ, പെസ്തോ, സ്പാഗറ്റി നമുക്ക് പാസ്ത ചെയ്യാം. പിന്നെന്താ, കുറച്ചൊരു ഒലിവ് ഓയിലും കൂടി ഒഴിക്കാം. പെസ്തോ സോസ് ഞാൻ ഇച്ചിരി മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് കത്തി വെച്ചിട്ടുണ്ട്. അത് ലൂസാക്കി അതായത് ക്രീമി സ്റ്റൈൽ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ എല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ ക്രീമി പാസ്ത, അല്ലെങ്കിൽ വൈറ്റ് സോസും കൂടി മിക്സ് ചെയ്താലും ക്രീമി സ്പാഗറ്റി പാസ്ത അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അനുവിന് ഇങ്ങനെയല്ലേ ഇഷ്ടം? ജസ്റ്റ് ഒരു കവറേജ്. ക്രീമി വലിയ താല്പര്യമില്ല, അത് കാരണം ഇത് മതി. അനുവാണ് അഭിപ്രായം പറയേണ്ട ആള്. എക്സാക്ട് ഇങ്ങനെയാണ് കൊള്ളാമോ?
പ്ലേറ്റ് ചെയ്യാം പാത്രത്തിലേക്ക്. ഇത്രയും പെസ്റ്റോ സോസ് ചേർക്കാതെയും ഉണ്ടാക്കാം. കുറച്ച് ചിലർക്ക് അത്ര ഒരുപാട് സ്ട്രോങ് ഫ്ലേവർ വേണ്ട. അനുവിന് എന്താണ് അഭിപ്രായം? ഇത് കൂടുതലാണോ സോസിന് ചേർത്ത്? കറക്റ്റ് അല്ലേ? ഞാൻ പിന്നെ ബാക്കി വെക്കേണ്ടെന്ന് വെച്ചു. അത്യാവശ്യം കറക്റ്റായിരുന്നു. ചിക്കനും കൂടി അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പോവാണ്. കുറച്ച് കാര്യങ്ങളും കൂടി മേടിക്കാനുണ്ട് ഇവിടത്തേക്ക്. ഫുള്ളി സെറ്റായിട്ടില്ല. ഗ്രിൽഡ് ചിക്കനെ ഞാൻ ചോപ്പ് ചെയ്തു. കാണാനും ഭംഗി, കഴിക്കുമ്പോൾ ആവശ്യാനുസരണം കഴിക്കാമല്ലോ. ഇത് ബേസിക്കലി അനുവിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പെസ്റ്റോ സോസ് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഭയങ്കര ഫ്ലേവർ അല്ല. നോട്ട് എൻ്റെ ഒരു ഫേവററ്റ് അല്ല. പക്ഷെ അനുവിന് ഭയങ്കര ഇഷ്ടം. അല്ലേ അനു? അനുസ് ഫേവററ്റാണ്. അനു ഏത് കടയിൽ പോയാലും അല്ലേ, ഇറ്റാലിയൻ കോണ്ടി കടകളിലൊക്കെ പോകുമ്പോൾ ഇതാണ് ഓർഡർ ചെയ്യുന്നത്. പെസ്റ്റോ അല്ലെങ്കിൽ ആൽഫ്രഡോ. ഇങ്ങനെയുണ്ട്. ചിക്കനെ കൂടെ പൊക്കി വെച്ചു. യെസ്. യെസ്. നോക്കുമ്പോ എന്താ ഉണ്ടാക്കിയത് അമ്മ? ഉടുപുളിയെല്ലാം കഴിഞ്ഞു. ഫ്രഷായി. അമ്മ വേറെ പ്ലേറ്റ്. Another plate. Plate is coming. Your plate is coming. Okay. Alishu. അമ്മമ്മ കുക്കിംഗ്. ഫോർക്ക് ഞാനിപ്പോൾ ഓർഡർ ചെയ്തു. ഇപ്പൊ കൊണ്ടുവരും. പൊട്ടുന്ന പ്ലേറ്റ് ആണല്ലോ. നമ്മുടെ ഒരു പ്രശ്നം തോന്നുന്നത് ഹിന്ദി പഠിക്കും, മലയാളം പഠിക്കും എന്നൊക്കെയാണ്. കാര്യം ഇംഗ്ലീഷ് പറയുന്നത് ഒരുപാട് ഒരു പരാതി പറയുന്നുണ്ട്. അതിങ്ങനെ മിസ് റേച്ചിലും ഡയന റോമ എല്ലാം കണ്ടിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. നമ്മൾ ശരിക്കും മലയാളം തന്നെയാണ് വീട്ടിൽ സംസാരിക്കുന്നത്. മദർ ടങ് അതാണല്ലോ. അപ്പം ഭാവിയിൽ എന്തായാലും മലയാളം പഠിക്കും. പക്ഷെ കുറച്ച് ഇംഗ്ലീഷൊക്കെ ആ ഒരു ആക്സെന്റ് ഒക്കെ അങ്ങനെ ഒന്ന് ബേസ് ഒക്കെ വന്നോളൂ. യെസ് മോളെ. പിന്നെ ഇപ്പൊ ഹിന്ദി കൂടെ അതിൻ്റെ ഒരു എക്സ്പോഷർ ഉണ്ട്. ഇപ്പൊ നമ്മളെ കൂടെ ഇപ്പൊ ഹിന്ദി പഠിച്ചോണ്ടിരിക്കുകയാണ്. യെസ് മോളെ. ബ്രിങ് എ സ്പൂൺ. ഓക്കെ, ഒരു സ്പൂൺ എടുത്തിട്ട് വരട്ടെ. അപ്പൊ നമ്മളിപ്പോ ഞാൻ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു അനുവല്ല ഹിന്ദി പറയും. അപ്പൊ അവര് മലയാളം പഠിക്കുന്നില്ല, നമ്മൾ ഹിന്ദി പഠിക്കുന്നു. അതാണ് സത്യം അല്ലേ? Amish plate and Pudu's plate. Amish photo. Yes. What color is this? Green. Okay. Green. Okay. Pudu green. Pudune green color le. Pudune കാണുമ്പോൾ ഇത് നൂഡിൽസ് എന്നേ പറയുള്ളൂ. സ്പെഗറ്റി ചിക്കൻ. ചിക്കൻ്റെ ഞാൻ പറഞ്ഞു കേട്ടോ. ചിക്കൻ. അമ്മ പിച്ച് ചെയ്തിട്ടെ. ഓക്കെ. Right hand. This is your hand. Right. Use your right hand, Pudu. Right hand എടുക്കുമോനെ. കണ്ടാ എരുവായി. I know. Okay. Okay. മതി. Noodles. Noodles. Green color noodles. It's a spaghetti pasta. Say spaghetti. Spaghetti. Spaghetti pasta. Pasta बड़ी पास्ता बेटा पास्ता तो बड़े वो स्विगी आया स्विगी you want some pella pizza illa not pizza that's spaghetti illa ibe swiggy vandappo pizza oh നമ്മൾ ഇടയ്ക്ക് പിസ്സ ഓർഡർ ചെയ്യാറുണ്ടല്ലോ സ്വിഗ്ഗി. ഞങ്ങൾ ഫോർക്ക് ഇതൊക്കെ ഇപ്പൊ നിമിഷങ്ങൾ കൊണ്ടാണ് ഇവിടെ സാധനങ്ങൾ വരുന്നത്.
നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അപ്പൊ സ്വിഗ്ഗി അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ബ്ലിങ്കിറ്റ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഫിംഗർ ടിപ്പിലാണ് സത്യം പറഞ്ഞാൽ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. കാലം മാറിയ മാറ്റം. ഇപ്പൊ ഫോർക്ക് ഇല്ലാന്ന് പറഞ്ഞു, അപ്പൊ ഫോർക്ക് വാങ്ങിച്ചു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു നൈസ് വാട്ടർ. ഓക്കെ, ദിസ് ഈസ് ഫോർ അനു. ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാനും തികയും, കുഴപ്പമൊന്നുമില്ല. ആ 2 കുട്ടികൾക്ക് അവരുടെ നമ്മുടെ സംഗീത ആൻഡ് സബിത ആൻഡ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് വലിയ ഫേവറേറ്റ് അല്ലാത്തത് കൊണ്ട് അതാനു ഫോർക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. ഫോർക്ക് ഇസ് റെഡി. പെസ്തോ സ്ഥിരം കഴിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അഭിപ്രായം കേൾക്കട്ടെ. പെസ്തോ സോസിൻ്റെ ഫ്ലേവർ അറിയുന്ന ഒരാളെന്നുള്ള നില നൈസ്. കുറച്ച് കൂടി പോയോ പെസ്തോ? ഇല്ല, പെർഫെക്റ്റ്. അവന് ഫോർക്ക് വേണം. ഓക്കെ, ഒന്ന് കഴിക്കാം പിന്നെ കഴിക്കാം, ഇവിടെ ഇരിക്കാം. ഓഹോ, ഫോർക്ക് കിട്ടാത്തോണ്ടാണ് അപ്പോൾ കഴിക്കാത്തേ. നൈസ്. പറഞ്ഞ ഗുഡെന്ന്. നമ്മുടെ അവിടെ കുറേ സാധനങ്ങൾ കവേഴ്സ് എല്ലാം ഇങ്ങനെ കോടി വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഇനി റിമൂവ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇതെല്ലാം മാറ്റും. ഓക്കെ, അതാണ് പ്ലാൻ. എല്ലാ പുതിയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് കവേഴ്സ് അവിടെ. മമ്മി താഴെ കയറിയിരിക്കുന്നേ ഡൈനിങ് ടേബിളിൻ്റെ താഴെ. നോക്കട്ടെ പുടുവിനെ. അബി ഉണ്ടോ കൂടെ? ഓക്കെ. ഓഹോ, ക്ലീനിങ് ആൾ ഇറങ്ങിയല്ലോ. ഓക്കെ പുടു, ക്ലീൻ എല്ലാം. അവിടെ അഴുക്കുണ്ടോ? ഓക്കെ, ക്ലീൻ ചെയ്തോളൂ. ഓക്കെ, ക്ലീനർ ഇറങ്ങി. ക്ലീനിങ്. ലുക്ക്. ഓക്കെ, ഡേർട്ടി യക്കി. ഓക്കെ, ശരി. ഓ, താഴെയൊക്കെ യക്കി എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, ശരി. ഓക്കെ, ക്ലീൻ ചെയ്തോളൂ. യക്കി. പുടു സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് ക്ലീനിങ്ങിന്. അവർ ചൂല് കൊണ്ട് ഇറങ്ങുമ്പോൾ പുടുവിന് വേറൊരു ചൂല് ശരിക്കും വീട്ടിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ പക്ഷേ കോമൺ ആണ്, ഒരു ചൂലേ ഉള്ളൂ. യെസ് പുടു, ക്ലീനിങ് ഗേൾ. കോക്കൊന്നും നമ്മളങ്ങനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാൻ കഴിക്കുന്നത് എപ്പോൾ വെച്ചാൽ ട്രാവൽ ചെയ്യുമ്പോൾ. വീട്ടിൽ കഴിക്കുന്ന കുറവാണ്. ട്രാവൽ ചെയ്യുമ്പോൾ കുടിക്കാറുണ്ട് ചിലപ്പോൾ ഭയങ്കര ടയർഡായി പോകുമ്പോൾ. പക്ഷെ നമ്മള് ഈ ഐസ് ഇട്ട് കുടിക്കുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റ്. പക്ഷെ പുടുവിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് കോഫിയാണെന്നാണ്. കുട്ടികൾക്ക് കോഫി കുടിച്ചുകൂടാതാണ്, അതുകൊണ്ട് പുടുവിന് കൊടുക്കില്ല. ഒരു തച്ചായത് ദൈവമേ. ഇവരുടെ കുറേ നല്ല നേപ്പാളി ഡിഷസ് ഉണ്ട് കേട്ടോ. 2 ആളും നേപ്പാളിൽ നിന്നാണ്. അതെ, അപ്പം പുടു വീണ്ടും വന്നു എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാൻ. ഓക്കെ, ചിക്കൻ അച്ചാഹേ. അവരുടെ കുറച്ച് നല്ല നേപ്പാളി, ഒത്തൻറ്റിക് നേപ്പാളി ചുക്കോനി, പിന്നെ മോമോസ് ഒക്കെ നന്നായിട്ടുണ്ടാക്കും. പുള്ളിക്കാരുടെ കുറച്ച് സബ്ജീസ്, കുറേ ഐറ്റംസ് അവർക്കറിയാം. റോട്ടി, പിന്നെ ചപ്പാത്തിയൊക്കെ നന്നായിട്ടുണ്ടാക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നേപ്പാളി ഡിഷസ് അധികം താമസിക്കാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാര്യം അവരുടെ അടുത്ത് തന്നെ പറഞ്ഞ് ഒത്തൻറ്റിക് വേയിൽ നമുക്ക് ഉണ്ടാക്കി കാണാം. ഓക്കെ, ഒരു ഐഡിയ ആണ്. നമുക്കിനി ഇവിടെ വരുമ്പോൾ ഒരു പ്രാവശ്യം മോമോസ് ഉണ്ടാക്കാം. ഓക്കെ, സബിതയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. സബിതയ്ക്കും അറിയാം, സംഗീതയ്ക്കും അറിയാം, 2 പേർക്കും അറിയാം. പിന്നെ തുപ്പ, നേപ്പാളി സൂപ്പ്, അതെല്ലാം ചെയ്യാൻ പറ്റും. വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. പുടുവിൻ്റെ ജ്യൂസ് ഞാനും കൂടെ കൊടുക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി കിടക്കും. നാളെ ഒരു ദിവസം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ഇംഗ്ലീഷ് വ്ളോഗ്സ്. ലവ് യു.